ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളിലെ തൊഴിൽ പീഡനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ ക്രൂരതകൾ തുറന്നു പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശി. ഒപ്പം ജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നിട്ടുണ്ട്. ബ്രഷ് ഇല്ലാതെ കൈ ഉപയോഗിച്ച് ക്ലോസറ്റ് കഴുകിയിട്ടുണ്ട്. മാനേജറായപ്പോൾ ട്രെയിനികളെ ഈ രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്നും യുവതി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് ഡെയിലി ഉപ്പ് തീറ്റിക്കുക, പിന്നെ മുട്ടിലെഴയിക്കുക, ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് ടീം ബേസ് ആണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഓരോ ഇത് ചെയ്യിക്കുക. കുറവായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ദിവസത്തെ ഫുള്ള് ഡ്യൂട്ടീസ്, അവിടുത്തെ ക്ലീനിങ്, ബാത്റൂം കഴുകൽ, ബാത്റൂം ബ്രഷ് ഇല്ലാണ്ട് കൈ കൊണ്ട് ഉരച്ച് കഴിപ്പിക്കൽ, ഇങ്ങനത്തെ ടൈപ്പ് പണിഷ്മെൻറ്റുകളൊക്കെ ആയിരുന്നു. പിന്നെ ആമ്പിള്ളേരുടെ പിന്നെ ചില ദിവസം പറയും ഇന്ന ആളുടെ ഇന്ന അടിവസ്ത്രം കഴുകി കൊടുക്കണം എന്ന രീതിയിലുള്ള ഇതൊക്കെ വരും. നമ്മളെയൊക്കെ തന്തിക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന ഒരു ടൈപ്പ് ആ ഒരു ഇതാണ്. ക്രൈം ആണെന്ന് ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടില്ല അല്ലെ? ആ സിറ്റുവേഷൻ ആണോ? ഓർക്കുമ്പോൾ കരച്ചിലായിരുന്നു. HPLന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിർണ്ണയിക്കുന്നതിലും വൻ തട്ടിപ്പ് നടക്കുന്നതായി ആരോപണം. സ്ഥാപനത്തിന്റെ മുൻ ജീവനക്കാരനായ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി അരുൺകുമാറാണ് HPLനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. കൂടിയ വിലയ്ക്ക് വിറ്റ് നൽകിയാലും ജീവനക്കാർക്ക് വളരെ തുച്ഛമായ കമ്മീഷനാണ് നൽകിയിരുന്നതെന്നും അരുൺകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊടുത്തയക്കുന്ന റേറ്റും നമ്മൾ ബ്രാഞ്ചിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന റേറ്റും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ 75 രൂപയുടെ തേയില ബ്രാഞ്ചിലെത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 ഉറുപ്പിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് പുറമേ കൊടുക്കുക 75 ഉറുപ്പിയാണ്. ഈ 75 രൂപയുടെ സാധനം അതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതായത് 75 എന്ന് മഷി കൊണ്ട് എഴുതിയത് അവർ തന്നെ വായിച്ചിട്ട് 90 രൂപ 100 രൂപ പ്രൈസ് ഇടും. ഈ പ്രൈസ് ഇട്ട് നമ്മളത് ഫീൽഡിൽ ചെന്നിട്ട് 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ 80-90 രൂപയ്ക്ക് നമ്മളത് വിൽക്കുമ്പോൾ നമ്മളെ പ്രതീക്ഷ എന്താ? ഒരു 10-40 ഉറുപ്പ്യയിലും നമുക്ക് കിട്ടും. ബാക്കിയുള്ളതാണ് അവരുടെ പ്രോഫിറ്റായിട്ട് എടുക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കിട്ടുക വെറും 5 രൂപ മാത്രമാവും. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുകയാണ്. ബിനിൽ, ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ടാർഗറ്റ് പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ആദ്യ ദിവസം ഇത് കേട്ടപ്പോൾ കണ്ടപ്പോൾ നമ്മൾ അന്തിച്ചു പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇത് കെട്ടുകഥയാണെന്ന് പോലും മറ്റു ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട്, ടാർഗറ്റ് പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഇനി കൂടുതൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണ്. ഉറപ്പായും ആരുടെയും കണ്ണ് നനയിക്കുന്ന കഥകളാണ് പുറത്തേക്ക് വരുന്നത്, അനുഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അവർ തിരുവനന്തപുരത്ത് നിന്ന് വെളിപ്പെടുത്തിയ യുവതി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അടിവസ്ത്രമടക്കം കഴുകേണ്ടി വന്നിട്ടുണ്ട്, ബ്രഷ് പോലുമില്ലാതെ ക്ലോസറ്റ് കഴുകേണ്ടി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്തിൻ്റെ പേരിലൊക്കെയാണ് അവർ പീഡനം അനുഭവിച്ചത്? ഇനിയെങ്കിലും ഈ വിഷയങ്ങളിൽ ഒരു നിയമയുദ്ധത്തിലേക്കോ മറ്റോ അവർ പോകുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ബിനിൽ, ലക്ഷ്മി, സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ആ കഥ പറയുമ്പോൾ തന്നെ അവർ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് ഒടുവിൽ അവർ പറഞ്ഞത്. ആദ്യം ട്രെയിനി ആയിട്ടാണ് കഴക്കൂട്ട സ്വദേശിനിയായ ഈ യുവതി അവിടെ ജോലിക്ക് എത്തുന്നത്. ആ ജോലിക്ക് എത്തുമ്പോൾ ആദ്യം ടാർഗറ്റ് ദിവസം 2000 രൂപയാണ് മിനിമം ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്തില്ല എങ്കിൽ ഇത്തരം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു. ആ ക്രൂരത എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്നത് താഴെ നിലയിൽ പെൺകുട്ടികളും മുകളിൽ നിലയിൽ ആൺകുട്ടികളും, അങ്ങനെയാണ് താമസിക്കുന്നത്. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആൺകുട്ടികളുടെ ഉപയോഗിച്ച അടിവസ്ത്രം അത് കഴുകാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത്. മറ്റൊന്ന് ഉപ്പ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുട്ടിൽ ഇഴയുക. നിലവിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്, കഴുത്തിൽ ബെൽറ്റിട്ട് നായയെ പോലെ നടത്തിക്കുന്നത്. സമാനമായി തന്നെ മുട്ടിൽ ഇഴയിക്കുന്ന ഒരു രീതിയും ആ ക്രൂരതയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് പ്രൊമോഷൻ ലഭിച്ചു. അതായത് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് മാനേജറായി പിന്നെ മാറുകയും ചെയ്തു. ആ മാനേജറായപ്പോൾ ഈ ക്രൂരതകൾ ബാക്കിയുള്ള ട്രെയിനിയായി വന്ന കുട്ടികളോട് ചെയ്യാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെട്ടു. അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. മാത്രമല്ല, ആ സമയത്ത് മാനേജരായിരിക്കെ ഈ ക്രൂരത അല്ലെങ്കിൽ ഇത്തരം ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അതൊരു കുറ്റകൃത്യമാണ് എന്ന് ആ സമയത്ത് തനിക്ക് ബോധ്യം വന്നില്ല. കാരണം അങ്ങനെയാണ് ഈ മുകളിലുള്ള സീനിയർ
മേഖലയിലുള്ള ആളുകൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം ട്രെയിനി ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ മാനേജരായി ഉയർന്നു വന്നത്, താഴെയുള്ള ബാക്കിയുള്ള കുട്ടികളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്കും ഉയർന്നു വരാൻ കഴിയൂ എന്ന ഒരു കാര്യം ഇവരെ അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നീട് അവിടെ നിന്നും ഇറങ്ങിയ ശേഷമാണ് താൻ ചെയ്തതൊക്കെ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ജോലി ചെയ്തിരുന്നത് കൊച്ചിയിലായിരുന്നു, പിന്നീട് വയനാട്ടിലേക്ക് പോകേണ്ടി വന്നു. വയനാട്ടിൽ ഇവർ ജോലി ചെയ്യുന്നത് 2018-ലാണ്. ആ സമയത്താണ് പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ അവിടെ ഉണ്ടായത്. ആ സമയത്ത് പോലും അത്തരം ദുരന്ത മേഖലകളിൽ പോലും ഈ ജോലി വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിൽ വലിയ ചീത്തവിളികൾ, അസഭ്യ വർഷം തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഈ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെ കുട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി, തീർച്ചയായും കേരളം വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്തകൾ കാണുന്നത്, ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, കമ്മീഷൻ വലിയ തോതിൽ വലിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ശേഷം തുച്ഛമായ തുക കമ്മീഷൻ കൊടുക്കുന്നു എന്നുള്ള അത്തരത്തിലുമുള്ള തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, കേരളം വലിയ ട്രേഡ് യൂണിയൻ പാരമ്പര്യങ്ങളുള്ള സ്ഥലമാണ്, തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം പേറുന്ന നാടാണ്. ഇവിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ഈ ടാർഗറ്റ് പീഡനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്രസാദ്? ലക്ഷ്മി, ഈ അരുൺകുമാർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മളോട് അരുൺകുമാർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അരുൺകുമാറിനെ ടാർഗറ്റ് തേക്കാത്തതിൻ്റെ പേരിൽ പച്ചമുളക് തിന്നേണ്ടി വരികയും അതോടൊപ്പം തന്നെ ഉപ്പിന് മുകളിൽ മുട്ടുകുത്തി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ HPLന്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടിയിലധികം നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് രേഖപ്പെടുത്തിയിട്ടാണ് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് 50 രൂപയുടെ സാധനം 100 രൂപയ്ക്കും 150 രൂപയ്ക്കുമാണ് അത് രേഖപ്പെടുത്തി ഇവരെ കൊണ്ട് തന്നെ അത് മാർക്ക് ചെയ്യിപ്പിച്ച് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ഇങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ പോലും ഇവർ അരുൺകുമാർ പറഞ്ഞത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ കൂടുതൽ കമ്മീഷനെങ്കിലും കിട്ടുമെന്നാണ്. പക്ഷേ അത്തരത്തിൽ കമ്മീഷനൊന്നും തന്നെ ഇല്ല, വളരെ തുച്ഛമായ കമ്മീഷൻ മാത്രമാണ് നൽകുന്നത്. ഓരോ ഉൽപ്പന്നത്തിനും നിലവിലെ വിലയേക്കാൾ കൂടുതൽ, അവർക്ക് ലഭിച്ചിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ 3 ഇരട്ടിയിലധികം വില ഈടാക്കി ഇത് വിൽപ്പന നടത്തുന്നു എന്നുള്ള ആരോപണമാണ് അരുൺകുമാർ ഉന്നയിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.